कुत्ते बता बता था कि नहीं कुत्ते सच बोलता कि नहीं रामजादा नहीं मालूम मैंने नहीं किया बोल किसने किया मैं सच बोलता है मैंने नहीं किया मुझे नहीं मालूम मत मारो छोड़ मारो मुझे मत मारो मैं सच बोलता हूँ इन सबको छोड़ दो कातिल तो मिल गया कहीं का देख लेता हूं तुझे പോലീസുകാർ കുറെ തല്ലിയ ഇല്ല ഉമ്മ വെച്ചു മേലെ മുഴുവൻ ഉമ്മ വെച്ചു താക്കോലിങ്ങന്ന് നമ്മൾ അപ്പോഴേ പറഞ്ഞല്ല വണ്ടി കയറ്റിട്ട് എവിടെയെങ്കിലും മാറിക്കോളാൻ ഞാൻ പണിയെടുത്താ ജീവിക്കണേ തെറ്റിയാത്തടത്തോളം കാര്യം ഞാൻ ആരെയാ വിളിക്കണ്ടേ തെമ്മാടിത്തരം കാട്ടി നടന്ന കാലത്ത് ഒരു പ്രശ്നമില്ല ഈ തെണ്ടികളൊന്നും തൊട്ടിട്ടില്ല തൊടാൻ ധൈര്യം ഉണ്ടായിട്ടില്ല ഒരു പരിധിവരെ ഞാൻ ക്ഷമിക്കും സമ്മതിച്ചില്ലെങ്കിൽ ഇനി ഞാൻ അങ്ങോട്ടിറങ്ങും അതിനുള്ള ആരോഗ്യമുണ്ട് ചങ്കൂറ്റമുണ്ട് വിശ്വ ചീത്തയാകാൻ എളുപ്പമാ നന്നാനാ വിഷമം എല്ലാം വിട്ട് മനുഷ്യനെ പോലെ ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് ജീവിപ്പിക്കില്ലെന്ന് വെച്ചാ ഞാൻ പറഞ്ഞില്ലേ നീ ഈ ബോംബെന്ന് പോ വേറെ ഏതെങ്കിലും ദുനിയാവിൽ ചെന്ന് പറ്റ് എന്നാലേ നീ ഗതി പിടിക്കൂ ഇവിടെ ഈ ജോണിയുടെ കൂട്ടും കൂടി രാക്കമ്മയുടെ വണ്ടി ഓടിച്ച് എത്ര കഴിയാലെന്താ അഴുക്ക് പോവോ ഓന്റെ പിടിയിന്ന് പോണം നീ ബോംബെയിൽ വന്ന് ഒരുമിച്ച് ഒരു പാത്രത്തിൽ തിന്ന് വളർന്നും ഒക്കെ ശരിയായിരിക്കാം എന്നാലും ഓൻ ശരിയല്ല നിനക്ക് ഒരു ചായ കുടിച്ചിട്ട് പോ വിശ്വം വിശ്വം കോനെ നിന്റെ തന്ത ആ നീ ഇതെപ്പോ എവിടെ വരുന്നു സ്വർഗത്തിൽ നിന്ന് വന്ന് ആരും ഉറക്കണ നിന്റെ പൊണ്ടാട്ടി ഇവിടെ വന്ന് വായി തോന്നിയതൊക്കെ പറഞ്ഞു ഒരു കാലത്ത് കിടക്കാനൊരു ഇടം തന്ന സ്ത്രീയായോണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല നീ ചവിട്ടി അവളുടെ തേപിടിച്ചാൻ വിഷം കൊടുത്ത് കൊല്ലും മിടുക്കൻ പാല് എന്ന കയ്യ അങ്ങനെ തന്നെ ചെയ്യണം अपन का भाई है वर्गीस भाई बेचारी है सारी മലബാറിലൊരു വീട്ടിൽ വേലക്കൊക്കെ ആയിരുന്നു പാവം അവിടെ നിന്ന് പിണങ്ങി പോന്ന വീട്ടി സ്റ്റേഷനിൽ വെച്ച് ഭാഗ്യത്തിന് എന്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടു കന്നഡക്കാരിയാ തോടാ തോടാ ഹിന്ദി भी मालूम नाम बताओ बताओ गीता गीता हमारी बहन जैसी है ना तो कुछ करना पड़ेगा इसलिए इधर लाया കിസ്ലേ പൊരിച്ചു തിന്നാൻ 2 ദിവസം കൂടെ കൂടട്ടോ ഞാൻ മെരുക്കെടുത്തോളാം അതൊക്കെ എന്റെ മറ്റവളുടെ വീട്ടിൽ മതി എന്റെ മുറി ഇതൊന്നും പറ്റില്ല എടാ വീട് കിട്ടിയൊരു നിധിയാ ഇത് തമിഴത്തി താടക കൊണ്ട് കൊടുക്കണോ എനിക്കൊരു സെറ്റപ്പ് വേണ്ടേ അതിനാ 2 ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി 2 പകല് കൊണ്ട് ഞാൻ വളച്ചൊടിച്ച് കുപ്പിയിലായിക്കോളാം എത്ര നാളെന്ന് വെച്ചാ ആ തമിഴത്തി താടകയുടെ നായനെ പോലെ ഞാനൊന്ന് രക്ഷപ്പെട്ടടാ गीता तू अंदर जाओ പറ്റില്ല സുനോ तुम एक बड़ी जाल में फंसी है പറട്ടെ വിശ്വം തെണ്ടിത്തരം കാണിക്കരുത് എന്റെ കൊഞ്ഞിന് നീ മൊണ്ടിട്ടോ പന്നി आपस में क्यों लड़ते हो तू फिक्र मत कर मैं तुझे ऐसी नहीं छोड़ूंगा यकीन करो अगर कुछ गड़बड़ है तो तुझे मैं शादी कर लूंगा और बड़ी प्यार से पालूंगा ഈശ്വരൻ ഒരാൾ മുകളിലുണ്ട് നീ പോടാ നന്ദി വേണടാ നന്ദി ഞാൻ രാക്കമ്മയുടെ ഏജന്റായ കാശ് കൊണ്ടാടാ നീ പണ്ട് വിശപ്പടക്കിയത് ഈ തടിയുണ്ടല്ലോ
ഇതിൽ പകുതി ഞാൻ പെണ്ണ് വെച്ചുണ്ടാക്കിയതാണ്. ഇപ്പൊ നീ പുണ്യാളൻ, എനിക്ക് വേണ്ടത് നിന്റെ സഹായം. ഗൗമത് तेरा देखभाल मैं करूंगा. चलो ജോണി, ഓടാ. ജോണി. ये ले. और ये रोशन साहब फ्रेश माल लेना और 500. अबे चुप, पूरा दिया है. ज्यादा लफड़ा करेगा ना तो जिंदा वापस नहीं जाएगा. और रोशन साहब ऐसे वाली साइकिलों और लाऊंगा ना. अबे चल जा उठ साल. हाँ बेटी क्यों डरती है? तेरे को यहाँ कोई तकलीफ नहीं होगी. एंदा एंदा मम्मी डरती है. काहे के लिए? ये बहुत अच्छा लेडीज हॉस्टल है. जब रहने का बंदोबस्त होगा तब तुझे ले जाऊंगा. दूसरे दिन हमारी शादी, ठीक है? मम्मी ये मेरी जान है, इसे तुम्हारी हाथ में देता हूँ. अच्छी तरह संभालना. हाँ? मैं इसे रानी जैसी संभालूंगी. हाँ. अंदर आ बेटी. चलो. ആ കൊണ്ടുപോയി ലക്ഷങ്ങൾ ഉണ്ടാക്ക്. കഷ്ടപ്പെട്ടവന് വെറും നക്കാപ്പിച്ച. अच्छा अच्छा இல்லடா நன்றி கட்ட நாயே. ஏண்டா எனக்கே துரோகம் பண்ணிட்டியா? உனக்கு சோறு போட்டு வளர்த்தேன், ஏன் பாயில படுக்க வச்சேன். ஏண்டா என் நெஞ்சிலே குத்திட்டியாடா பாவி. வாடா நான் சொல்றது கேளு. அந்த யாரோ ஒருத்தர் கொண்டுட்டு அதுக்காக போலீஸ் நம்ம விஷத்தையும் ஜப்பாரையும் புடிச்சிட்டு போய் தெரிஞ்சு நான் 2 நாளைக்கு முங்கிட்டு ஏன் தேடி நான் காப்பாத்த வேண்டாமா? எனக்கு தெரியும்டா தெரியும். நாளைக்கு நீ என்னை விட்டுட்டு ஓடி போயிருவ. உனக்கு உன்னை காப்பாத்திக்க தான் தெரியும். ஆனா நீ நிம்மதியா வாழவே முடியாது. நாசமா போயிருவடா நீ. தப்பா புரிஞ்சுக்கீங்க. டேய் நீ புதுசா ஒரு பொண்ணோட ஊர் சுத்துறது எனக்கு தெரியும்டா. அது வந்து அக்கா அது என்னோட ஃப்ரெண்டோட அக்கா, இது வச்சுக்கோ. எங்கடா அவ? ஏய் எங்கடா அவ? அன்னைக்கு தப்பிச்சு போயிட்டேன். வித்துட்டேன்னு சொல்றா. அக்கா அந்த நிச்சயமா. பணம் தானே இது? டேய் என்கிட்ட கொண்டு வந்து விடாம வேற எவன்கிட்டயே கொண்டு போய் விட்டுட்டியாடா பாவி சண்டாளா பேமானி. அடிக்காத. நீ நல்லா இருப்பியா? வீடு வீடு என்ன கை வச்சா கொன்னுளேன். டேய் பேமானி டேய் கடையில போறவன பொறுக்கி டேய். रोक रोक रोक. अरे मरना है क्या? साला बेईमान. ജോണി വാ. ജോണി ഞാൻ പറഞ്ഞ വാ ഒന്ന് വണ്ടി എന്നെ കയറാം. പിടിക്കരുത്. വണ്ടി കയറാൻ. തുടരുത്. എനിക്ക് നീയും വേണ്ട. ജോണി വേണ്ട. കുസ്തി പിടിക്കരുത്. വേണ്ട. ഞാൻ ഇടിച്ച് മടക്കി നിന്നെ കൊണ്ടുപോകും. വണ്ടി കയറാൻ. വിടാതെ. വണ്ടി കയറാൻ. എനിക്കൊരു കാര്യം പറയാനുണ്ട് നിന്റെ അടുത്ത്. വണ്ടി കയറാൻ. വിട്. വിഷം. കളിക്കരുത്. ഇറങ്ങാം. അവിടെ. ഇറങ്ങല്ലേ. ആ എത്ര കുപ്പി കയറ്റി? എനിക്ക് ഇഷ്ടമുള്ളതോ? എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. നീ ആരാ ചോദിക്കാൻ? നിന്റെ അപ്പൻ ഇന്നലെ കൊണ്ടുവന്ന കന്നഡ പെങ്ങളെന്തേ? ആ അതല്ല പാട്ടിന് പോയി. എങ്ങോട്ട്? അത് തോന്നിയിടത്തേക്ക്. നിനക്ക് സമാനമല്ലോ. ഞാന് അത് തമിഴത്തി താടയുടെ കാലത്ത് തന്നെ കഴിഞ്ഞോളാം. എന്താ വണ്ടി നിർത്തി ഇറങ്ങി പോണോ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അത് നീ കേൾക്കണം, കേട്ടേ പറ്റൂ. ഇടാ നമുക്ക് ബോംബെ വിടാം. ബോംബെ വിടാം? എന്നിട്ട് ഈ നാട്ടിലെവിടെങ്കിലും പോവാം. നമ്മളെ അറിയാത്ത മനോഹരമായൊരു നാട്ടിൽ. എന്നിട്ട് പണിയെടുത്ത് മനുഷ്യന്മാരെ പോലെ ജീവിക്കണം. എല്ലാവരും നമ്മളെ സ്നേഹിക്കണം, നമ്മളും എല്ലാവരെയും സ്നേഹിക്കണം. എന്ത് രസമായിരിക്കും ആ ജീവിതം. നീ ഒന്ന് ഓർത്ത് നോക്കിയേ.
നിനക്കൊരു കുടുംബം, കുട്ടികൾ. എനിക്കതുപോലെ തന്നെ ഒരു ഭാര്യ, കുട്ടികൾ, ബന്ധക്കാരും കൂട്ടുകാരൊക്കെ ആയിട്ട്, അല്ലേ? നീ വണ്ടി വിട്, ഒരു മറ്റേടത്ത് വേദാന്തം. चलो चलो, मुझे जल्दी जाना है. ये गाड़ी नहीं जाएगी. अरे चलना, जितना पैसा चाहिए ले लो. ये गाड़ी नहीं जाएगी. ഇവന് പറഞ്ഞ മനസ്സിലായില്ലേ? പോലീസ് ജീവൻ വേണമെങ്കിൽ വണ്ടി എടുക്കടാ. അനങ്ങ കഴുത്തി വണ്ടി എടുക്കും. വേഗം പോട്ടെ. ചലോ വേഗം പോട്ടെ. പോലീസ് किसने मारा इसको? कौन हो भाई तुम? अरे क्या हुआ? क्या हुआ तुम्हें? किसे मारा तू? बोलो. हम एक काम करेंगे, हॉस्पिटल ले जाओ. हाँ चलो चलो ले चलो. अरे पकड़ो. अरे ये तो मर गया. ദാമോദരൻ. പ്രിയമുള്ള ഏട്ടന്, 2 മാസമായി ഏട്ടൻ്റെ കത്ത് കിട്ടാത്തതിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും. ഏട്ടൻ്റെ ബുദ്ധിമുട്ടിനിടയ്ക്ക് ഇങ്ങോട്ട് പണം അയക്കേണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ഇവിടെ എനിക്കും സുമേട്ടത്തിക്കും രാജിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാം സുഖം തന്നെ. രാജി നന്നായി പഠിക്കുന്നുണ്ട്. ഏട്ടനെ കാണാത്ത വിഷമമല്ലാതെ മുത്തശ്ശിക്കും മുത്തശ്ശനും വേറെ അസുഖങ്ങളൊന്നുമില്ല. വിസയ്ക്ക് പണം വാങ്ങി പറ്റിച്ചവരെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? പുതിയൊരു വിസ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നത് എന്തായി? വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വന്നൂടെ? ഇവിടെ കടക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യാതായിട്ടുണ്ട്. ഏട്ടൻ തിരിച്ചു വന്നവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കില്ലേ? നമുക്കിവിടെ ഉള്ള ജോലി ചെയ്ത് ജീവിക്കാം. സ്ഥിരമായൊരു വിലാസം അയച്ചു തരണം. സ്നേഹത്തോടെ സ്വന്തം അനുജത്തി ഭാനു. ഏട്ടന് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നമ്മുടെ സ്ഥലം ജപ്തി ചെയ്യാൻ നോട്ടീസ് കിട്ടി. നമ്മുടെ അമ്മയും അച്ഛനും കിടക്കുന്ന ആ മണ്ണ് നഷ്ടപ്പെടരുതെന്നുണ്ടായിരുന്നു. സൊസൈറ്റിയിലെ കടം അങ്ങനെ വീടും. ഏട്ടനുണ്ടാക്കിയ മറ്റു കടങ്ങൾ എങ്ങനെ വീട്ടും? ഞങ്ങൾ 3 പേരും വിചാരിച്ചാൽ അത് എളുപ്പം വീട്ടാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നാൽ ആ കടങ്ങളും വീട്ടിയിട്ട് ഞങ്ങൾ 3 പേരും കുറച്ച് വിഷം വാങ്ങി കഴിക്കും. ഏട്ടന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഭാനു.